ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി. ഷോർട്സ് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് തിരക്ക് കാരണമാണ് കേട്ടോ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. 2025 അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തോടെ അവസാനിക്കും. ഞാൻ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നാളെ മുതൽ 2026 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ 2025 ചാനലൊക്കെ തുടങ്ങി എങ്ങും എത്താത്തവരുണ്ടാവൂലേ. അപ്പൊ 2026 ചാനൽ തുടങ്ങാനിരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് യൂട്യൂബ് തന്നെ ഒരുപാട് ടിപ്സും ട്രിക്സ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. കുറെ വീഡിയോകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ക്ലിക്കായി എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും. ഫുൾ വാച്ചവേഴ്സും ഫുൾ സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റുള്ള ലോങ് വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതിൽ 5 മിനിറ്റ് ആണ് ഏകദേശം എല്ലാവരും കാണുന്നതെന്ന് വിചാരിക്കാം. ഏകദേശം എന്ന് പറയുമ്പോൾ 45,000-നും 50,000-നും ഇടയിൽ ആളുകൾ കണ്ടു എന്ന് വിചാരിക്കുക. 47,000 ആളുകൾ 5 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കലി അതിന്റെ പുറകെ സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നതായിരിക്കും. ചിലപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. എനിക്ക് ഒരു വീഡിയോയിൽ തന്നെ 1200 സബ്സ്ക്രൈബേഴ്സോളം വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. 1200 അല്ല, 1100 സംതിങ്, 200 ആകാനായി കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് എന്ന് കേട്ടോ. എനിക്കും തുടക്കത്തിൽ ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നല്ല നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നതായിരിക്കും. ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചിലർ വിചാരിക്കും ഷോർട്സ് ഇട്ടാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കാമല്ലോ എന്ന്. അപ്പൊ ചിലപ്പോൾ ഷോർട്സ് ഇട്ടു എന്ന് വെച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രം കിട്ടും, വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആകണമെന്നില്ല. എന്താ പറയാ, നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്സിലൂടെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. അപ്പൊ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആണ് ലോങ് വീഡിയോയ്ക്ക് ഫുൾ മോണിറ്റൈസേഷന് വേണ്ടത്. അതേപോലെ ഷോർട്സിനാണെങ്കിൽ 100 ലക്ഷം വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും ആണ് ഫുൾ മോണിറ്റൈസേഷന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഓർത്തിരിക്കുക. ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. വേറെ പല രീതിയിൽ കൂടിയേ നമുക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു സ്ഥിരമായിട്ട് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ എന്തൊക്കെ ടിപ്സും ട്രിക്സുകളാണ് നമുക്ക് യൂട്യൂബ് കാണിച്ചു തരുന്നത് എന്ന് ഞാൻ ഒരൊറ്റ നോട്ടത്തിൽ പറഞ്ഞു തരാം കേട്ടോ. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കതിൽ എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റൂലേ. അതിൽ 4 വീഡിയോസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങനെ പലതും ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യും. അതേപോലെ തന്നെ കാർഡ്സ് 5 വീഡിയോസ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. കാർഡ്സ് എന്ന് പറയുമ്പോൾ ഐ ബട്ടൺ ആട്ടോ. നമ്മൾ ഇപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ വീഡിയോന്റെ മേലെയും കാണാറില്ലേ, ഓരോ മുമ്പ് കൊടുത്ത വീഡിയോകൾ വരാറുണ്ട് അല്ലേ, അതാണ് ഐ ബട്ടൺ അല്ലെങ്കിൽ കാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കൊടുക്കാം. അത് 2 ആയില്ലേ. ഇതൊക്കെ യൂട്യൂബ് നമുക്ക് തരുന്ന ടിപ്സും ട്രിക്സ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ പഴയ വീഡിയോസ് അല്ലെങ്കിൽ നല്ല റീച്ച് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് നല്ല വ്യൂസ് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എന്ന് പറയുന്നത് റിലേറ്റഡ് വീഡിയോ നമുക്ക് ഷോർട്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ വേണമെന്നില്ല, ഏതൊരു ഷോർട്സ് ഇടുകയാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ലോങ് വീഡിയോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അത് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഹെയർ ടിപ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ നമുക്ക് ഓരോ വീഡിയോസും എല്ലാം ചേർത്ത് നമുക്ക് യൂട്യൂബ് ടിപ്സ് വീഡിയോസ് എല്ലാം ചേർത്ത് ഒരു പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വേറെ എന്താ ഉള്ളത്, കുക്കിംഗ് അങ്ങനെ പല രീതിയിൽ ഉണ്ടാവില്ല. കുക്കിംഗ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. അപ്പൊ യൂട്യൂബ് ടിപ്സ് എന്ന് നമ്മൾ ഹെഡിങ്ങും കൊടുത്തിരിക്കണം. അതേപോലെ കുക്കിംഗ് എന്ന് ഹെഡിങ് കൊടുക്കുക. പ്ലേലിസ്റ്റിന്റെ ഇതിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3ാമത്തെ ടിപ്സ് ട്രിക്സ് ആണ് അത് എന്ന് പറയുന്നത്. പിന്നെ വലിയൊരു ടിപ്സ് ആണ്, നമുക്ക് യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നുണ്ട് ഏത് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടുമെന്ന് കാണിച്ചു തരുന്നുണ്ട്. അത് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അറിയാത്തവരും ഉണ്ടാവും. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയട്ടെ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഒന്ന് ഓടിച്ച് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ യൂട്യൂബ് തമ്പനെയിൽ എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ട് സെർച്ചിങ്ങിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഓഡിയൻസ് എങ്കിൽ അതിൽ വെരി ഹൈ ഇൻട്രസ്റ്റ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ ലോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ കാണാവുന്നതാണ് ലോ ഇൻട്രസ്റ്റ് എന്ന്. മീഡിയം ഇൻട്രസ്റ്റ് ആണെങ്കിൽ മീഡിയം ഇൻട്രസ്റ്റ് എന്ന് കാണാവുന്നതാണ്. പക്ഷെ ഇത് പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊണ്ടിരിക്കണം.
കൊണ്ടിരിക്കണമെന്നല്ല, ഒരു 50 വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ അറിയാൻ പറ്റത്തുള്ളൂ. 50 അല്ല, 100ൽ കൂടുതൽ വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്താൽ മാത്രമേ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ പലർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത ശേഷം നോക്കുക കേട്ടോ. അല്ലാതെ വീഡിയോ 1 or 2 അപ്ലോഡ് ചെയ്ത ശേഷം പോയി നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് യൂട്യൂബ് കാണിച്ചു തരുന്ന ഒരു നല്ല ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് എന്ന് പറയാം കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ടൈം ഏത് ടൈമിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് യൂട്യൂബ് കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മുടെ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വൈറ്റി സ്റ്റുഡിയോ അനലിറ്റിക്സ് ഉണ്ടല്ലോ, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 6 to 7 നല്ല ടൈം എന്ന് നല്ല ഡാർക്കിൽ അവിടെ തെളിഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ നമുക്ക് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഓഡിയൻസ് ഏത് തരത്തിലുള്ളതാണ്, ഫീമെയിൽ ആണോ അതോ മെയിൽ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കുക്കിംഗ് വീഡിയോ വെച്ചാൽ കൂടുതലായിട്ട് കാണുന്നത് ഫീമെയിൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണ് ചെയ്യുന്നത്, അപ്പൊ രണ്ടും ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, പോസ്റ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ രൂപത്തിൽ തന്നെ അതിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകും കേട്ടോ. വീഡിയോ ലിങ്ക് മാത്രമല്ല, അതിന് നമുക്ക് പോസ്റ്റർ സഹിതം വീഡിയോ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് യൂട്യൂബ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു നല്ല ടിപ്സ് ആണ്. പിന്നെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെ പോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലൈവ് എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ ലൈവിന്റെ തരംഗമാണല്ലേ, എവിടെ നോക്കിയാലും ലൈവാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടിപ്സും ട്രിക്സ് ഒക്കെ യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്താണെന്നൊന്ന് ക്ലിക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. നമ്മൾ ഏത് വീഡിയോ കണ്ടാലും എന്താ പറയാ ചാടി കയറി നോക്കൂലേ. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സും വേണം, അതേപോലെ തന്നെ വാച്ചവേഴ്സും വേണം. എവിടെ നിന്നാണ് ഫ്രീ ആയി കിട്ടുന്നത് പോലെ എവിടെയെങ്കിലും വീഡിയോ ഉണ്ടോ അവിടെ നമ്മൾ ചാടി കയറി വീഡിയോ കാണുന്നതായിരിക്കും അല്ലെ. എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ്. ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ചിലപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നു. നമ്മള് ചിലപ്പോൾ 10-100 വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും നമുക്ക് ഒരു വീഡിയോ ക്ലിക്കായി വരുന്നത് അല്ലെ. അപ്പോ നിങ്ങൾ എന്താ പറയാ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ഈ 2025 അവസാനിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുത്ത് ഏൺ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് ഒറ്റ നോട്ടത്തിൽ ഒന്ന് എല്ലാം നോക്കിയിട്ട് വരാം. ആദ്യം വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് താഴെ കാണുന്ന അനാലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെ ഓഡിയൻസ്, റവന്യൂ, ട്രെൻഡ്സ് കാണും. ട്രെൻഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച്, അതിന് താഴെ ടോപ്പ് സെർച്ച് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയൻസ് സെർച്ച് ചെയ്ത ടോപ്പിക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിന് മേലെ സെർച്ച് എന്ന് കാണും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് തമ്പനയിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത് വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് കാണിച്ചത്. അടുത്ത് കുക്കിംഗ് ആണ് അടിച്ചു കൊടുത്തത്, അത് ലോ ഇൻട്രസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത് ഓഡിയൻസ്. ഞാൻ എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്, കാരണം ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓഡിയൻസിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ടൈമിലാണ് നമ്മുടെ ഓഡിയൻസ് കാണുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഡാർക്ക് ആയിട്ടുള്ള ടൈമാണ് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ചുകൂടി താഴെയായിട്ട് ഫീമെയിൽ ആണോ മെയിൽ ആണോ നമ്മുടെ ചാനൽ കൂടുതലായിട്ടും വാച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കൂടുതലായിട്ടും വാച്ച് ചെയ്യുന്നത് ഫീമെയിൽ ആണ്. 69% ഫീമെയിൽ ആണ് കേട്ടോ വാച്ച് ചെയ്യുന്നത്. അടുത്തായിട്ട് ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ലൈവ്, പോഡ്കാസ്റ്റ്, പ്ലേലിസ്റ്റ്, പോസ്റ്റ് എന്നൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 60 വീഡിയോസ് പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എൻഡ് സ്ക്രീനും കാർഡ്സും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഓപ്പൺ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ, ക്രോമിലൂടെ വന്നിട്ട്. അപ്പോൾ കണ്ടില്ലേ, 4 എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 5 കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്ലേലിസ്റ്റോ വീഡിയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂട്യൂബ് കാണിച്ചു തരുന്ന ടിപ്സും ട്രിക്സുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ നോക്കുക കേട്ടോ.
വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും, റിപ്ലൈയും ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ പറ്റും കേട്ടോ വോയിസിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കട്ടെ. 30 സെക്കൻഡ് മാത്രമേ പക്ഷേ വോയിസ് ഇടാൻ പറ്റത്തുള്ളൂ. റിപ്ലൈ ആണെങ്കിലും ശരി, കമന്റ് ആണെങ്കിലും ശരി, വോയിസിലൂടെ 30 സെക്കൻഡ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പലർക്കും ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു കേട്ടോ ലഭിച്ചിട്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വരുന്നതായിരിക്കും അവർക്കും കൂടെ. 2025 അവസാനത്തെ വീഡിയോ ആണ് കേട്ടത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വർഷത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.